ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക് അല്ല. നിങ്ങൾക്ക് തംബ്നെയിൽ തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. പ്രഗ്നൻസിയിൽ കുറേ സ്കാനുകൾ ചെയ്യുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് സ്കാൻസ് എന്നും സ്കാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോഴേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവേദിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് പ്രഗ്നൻസിയിലെ സ്കാൻസിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയട്ടെ, ഞാനിത് എല്ലാ വീഡിയോയിലും ഞാനിതൊന്നും വളരെ ഇതായിട്ട് പറയാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല. ഇതിനെക്കുറിച്ചിട്ട് വലിയ കാര്യമായിട്ടുള്ള വലിയ നോളേജ് ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്തിനെക്കുറിച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കാൻസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോഴേ ഏകദേശം അറിയാം എത്ര മാസത്തിലാണ് സ്കാൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൽ നമുക്ക് അറിയാൻ പറ്റുന്നതെന്നൊക്കെ നമ്മൾ സ്കാനിങ് റിപ്പോർട്ട് പ്രകാരം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് തീരെ അറിയാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലോ എന്ന് പറയുന്നൊന്നല്ല കേട്ടാ. നമുക്ക് സ്കാൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു അറിവിൻ്റെ ഇതിൽ പറയുന്നതാണ്. എന്ന് വെച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ. അപ്പം നമുക്ക് പറഞ്ഞു തുടങ്ങാം. അധികം എന്തെല്ലോ പറഞ്ഞിട്ട് നമ്മൾ നീട്ടണ്ട. അപ്പോൾ സ്കാൻസിൽ ഫസ്റ്റായിട്ട് വരുന്നത് ആദ്യം തന്നെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന സ്കാനാണ്. അപ്പോൾ ഇപ്പം എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ടോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടോ അല്ല പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ. ഇപ്പോൾ പൊതുവെ എല്ലാവരും UPT, അതായത് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ കാർഡ് വെച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ നോക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് അറിഞ്ഞിട്ട് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നതും പിന്നെ അതിൻ്റെ HCG ഹോർമോൺ കാര്യങ്ങളൊക്കെ ബ്ലഡ് ടെസ്റ്റ് വഴി നോക്കുന്നത്, അല്ല യൂറിൻ ടെസ്റ്റ് വഴിയാണ് നോക്കുന്നതൊക്കെ. പ്രഗ്നൻസിയിലെ ഫസ്റ്റ് സ്കാൻ എന്ന് പറയുന്നത് ഏർലി പ്രഗ്നൻസി സ്കാൻ, അതിന് ഡേറ്റിംഗ് സ്കാൻ എന്ന് കൂടി പറയും തോന്നും. അപ്പോൾ അത് ഫസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കാര്യങ്ങളും കൂടി ഞാനതിൽ കുറച്ച് ഉൾപ്പെടുത്താം. അപ്പോൾ കുറച്ച് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് നമ്മൾ ടെസ്റ്റ് കാർഡ് വെച്ചിട്ട് തന്നെയാണ് നോക്കിയത്. അപ്പോൾ അത് അറിഞ്ഞിട്ടാകുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി നമ്മൾ കൺഫേം ചെയ്തു. പിന്നെ ഒരു 3 വീക്സ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്കാന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഒരു സ്കാന് 6 to 8 വീക്സിനുള്ളിലായിട്ടാണ് ഏർലി പ്രഗ്നൻസി സ്കാൻ അല്ലെങ്കിൽ ഡേറ്റിംഗ് സ്കാന് നടത്തുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് പീരീഡ്സൊക്കെ ഇറഗുലർ ആയിട്ടുള്ളവരുണ്ടാകും. അതായത് PCOD അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, കുഴപ്പമെന്നല്ല, ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും. അപ്പം മേ ബി പ്രഗ്നൻ്റ് ആയത് ഒരു 2-3 മന്ത്സ് കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത്. അങ്ങനെയുള്ളവർക്ക് കറക്റ്റ് എത്ര വീക്സ് ആയി, ഹോസ്പിറ്റലിലൊക്കെ പ്രഗ്നൻസി എത്ര വീക്ക് കണക്കില്ലേ നോക്കുക. അപ്പോൾ എത്ര വീക്സ് ആയി എന്ന് കറക്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഏർലി പ്രഗ്നൻസി സ്കാൻ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ എത്ര വീക്കായി കുഞ്ഞാവക്ക് എത്ര വീക്കായി എന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ യൂട്രസിൽ തന്നെയാണോ വാവ ഉള്ളത്, വാവ ഉണ്ടായിട്ടുള്ളത് യൂട്രസിൽ തന്നെയാണോ എന്നുള്ളത്, എവിടെയാണ് വാവയുടെ പൊസിഷൻ, വാവ ഫോം ചെയ്ത പൊസിഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഈ ഏർലി പ്രഗ്നൻസി സ്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു വാവയാണോ 2 വാവയാണോ അല്ലെങ്കിൽ 3 വാവയാണോ അതൊക്കെ നോക്കുന്നില്ലേ, അതൊക്കെ നോക്കുന്നതും ഈ ഏർലി പ്രഗ്നൻസി സ്കാനിങ്ങിലാണ്. വാവയുടെ ഹാർട്ട് ബീറ്റ് വന്നു എന്നുള്ളത് ഒക്കെ നമുക്ക് ഈ ഒരു ഏർലി പ്രഗ്നൻസി സ്കാനിൽ അറിയാൻ പറ്റും. അപ്പോൾ ഗൈനക്ക് പറയുന്ന എല്ലാ സ്കാൻസും എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നൊരു സ്കാനാണ് NT സ്കാന്. അതെനിക്ക് തോന്നുന്നൊരു 13-15 വീക്സ് അങ്ങനെയൊക്കെ ആകുമ്പോഴാണെന്ന് തോന്നുന്നു നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കാനിങ്ങിലൂടെ കുട്ടിക്ക് എന്തെങ്കിലും ഏർലി അബ്നോമലീസ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഡൗൺ സിൻഡ്രം സ്ക്രീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് NT സ്കാൻ ചെയ്യുന്നത്. അത് നമ്മൾ പറയുന്നത് 3-ാം മാസത്തെ സ്കാനിങ് ആണെന്ന് തോന്നി ഇതിന് പറയാം, 3-ാം മാസത്തെ സ്കാനിങ്. നെക്സ്റ്റ് വരുന്ന സ്കാനിങ് ആണ് അനോമലി സ്കാന്. അതൊരു 18-20 വീക്സ് ആ ഒരു കണക്കാകുമ്പോഴാണ് വരുന്നത്. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ 5-ാം മാസത്തെ സ്കാനിങ്. അപ്പോൾ ആ ഒരു സ്കാനിങ്ങിൽ വാവയുടെ എന്തെങ്കിലും ബർത്ത് ഡിഫക്ട്സ് ഉണ്ടോ, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഈ ഒരു 5-ാം മാസത്തെ സ്കാനിങ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വാവയുടെ വെയിറ്റ് അറിയാൻ പറ്റും. എത്ര ചെറിയ ഗ്രാം വെയിറ്റ് അല്ലേ എപ്പോഴും ഉണ്ടാവും, ആ വെയിറ്റ് അറിയാൻ പറ്റും. പിന്നെ ഫ്ലൂയിഡൊക്കെ നോർമലാണോ അതൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഹാർട്ട് ബീറ്റ് കാണാൻ പറ്റും. ഇതൊക്കെയാണ് അനോമലി സ്കാനിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്ന സ്കാനാണ് ഗ്രോത്ത് സ്കാന്. അതൊരു 35-36 വീക്കിലാണ് നടത്തുന്നത്. അതായത് 7-ാം മാസം 8-ാം മാസമൊക്കെ ആകുമ്പോഴാണ് ആ ഒരു സ്കാനിങ് നടത്തുന്നത്.
അപ്പോൾ ഇതിൽ പേരിൽ പറയുന്ന പോലെ തന്നെ ഗ്രോത്ത് സ്കാൻ, വാവയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെയാണ് അറിയാൻ പറ്റുന്നത്. ഫ്ലൂയിഡിൻ്റെ ലെവൽ എത്രയാണ്, വാവയുടെ വെയിറ്റ് എത്രയാണ്, അതുപോലെ വാവയ്ക്ക് വേണ്ടുന്ന ബ്ലഡ് സപ്ലൈ ഒക്കെ കറക്റ്റ് കിട്ടുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഗ്രോത്ത് സ്കാനിൽ അറിയാൻ പറ്റും. പിന്നെ ഇതുകൂടാതെ എന്തെങ്കിലും സ്കാനിങ്ങിന് ടൈം കോംപ്ലിക്കേഷൻസും കാര്യങ്ങളിലുള്ള ഉള്ള ആൾക്കാരാണെങ്കിൽ, പ്രഗ്നൻസി എന്തെങ്കിലും കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടാതെ തന്നെ വേറെ സ്കാൻസ് നടത്തും തോന്നുന്നു. അപ്പോൾ മെയിനായിട്ട് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മസ്റ്റായിട്ട് ചെയ്യുന്ന സ്കാൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ സ്കാനിങ് എല്ലാം. അപ്പോൾ ഇത് എന്തായാലും ഗൈനിക്ക്, നിങ്ങളുടെ ഗൈനിക്ക് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്കാനും, ഗൈനിക്ക് പറയുന്ന ഈ സ്കാൻ എന്നല്ല, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു സ്കാനിങ്ങിലൂടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗൈനിക്ക് നിങ്ങൾക്ക് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പം ഗൈനക്കോളജിസ്റ്റ് പറയുന്ന എല്ലാ സ്കാനിങ്ങും മസ്റ്റായിട്ടും എല്ലാവരും ചെയ്തിരിക്കണം. അതിൽ ആരും മടി കാണിക്കില്ല എന്നറിയാം, കാരണം നമ്മുടെ കുഞ്ഞാവേൻ്റെ കാര്യമല്ലേ. അപ്പം ഗൈനിക്ക് പറയുന്ന എല്ലാ സ്കാനും അതുപടി എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മളെ വാവേൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റില്ല. പിന്നെ ഈ സ്കാനിങ്ങിലെല്ലാം വാവേൻ്റെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് കാണാൻ പറ്റും. വലുതായിട്ട് പെട്ടെന്നൊന്നും മനസ്സിലാവില്ലെങ്കിലും നമുക്ക് കാണാൻ പറ്റില്ല ഇത് നമ്മളെ വാവിയാണ് എന്നുള്ളത്. അപ്പോൾ ഫോട്ടോസൊക്കെ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ എല്ലാവരും സ്കാനിങ് ഒന്ന് മുടക്കാണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും ഇത്. എന്നാലും ചില ആൾക്കാർക്ക് ഈ സ്കാനിങ് എന്തിനാണ്, എപ്പോഴാണ് കറക്റ്റ് നടത്തുന്നതെന്നൊക്കെ അറിയാത്തവരുണ്ടാവില്ലേ. അവർക്ക് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയേ. ഞാൻ ആ ടോപ്പിക്കിനെ കുറിച്ച് എന്നെക്കൊണ്ട് അറിയുന്ന ടോപ്പിക്കാണ്, പറയാൻ പറ്റുന്ന ടോപ്പിക്കാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.